മഹാരാജാവ് നാരദരോട് പറഞ്ഞ ആ മറുപടി നമുക്കൊന്നും കൂടി കേട്ട് മുന്നോട്ട് പോകാം. മഹാരാജാവ് പറഞ്ഞു, ബ്രഹ്മജ്ഞാനിയായ മഹർഷി, കേവലം 5 വയസ്സു മാത്രം പ്രായമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ആ ബാലനാകട്ടെ അതീവ ബുദ്ധിമാനും സദ്ഗുണസമ്പന്നനുമാകുന്നു. അങ്ങനെയുള്ള എൻ്റെ പുത്രനോട് ഞാൻ തീരെ കരുണയില്ലാതെ പെരുമാറി. വനാന്തരങ്ങളിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നതുമൂലം വിശന്നു വലഞ്ഞും ക്ഷീണിച്ചവശനായും വാടിയ മുഖത്തോടുകൂടി രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലാതെ ആ കൊടും കാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന നേരത്ത് വല്ല ചെന്നായ്ക്കളോ മറ്റ് വന്യമൃഗങ്ങളോ അവനെ ഭക്ഷിച്ചിരിക്കുമോ എന്നാണ് എൻ്റെ ഭയം. എന്നോട് സ്നേഹക്കൂടുതൽ കാരണം എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ആശിച്ച് അടുത്തു വന്ന ആ ബാലനെ ഞാൻ അതിനനുവദിച്ചില്ല. സ്ത്രീജിതനായ എൻ്റെ ദുഷ്ടതയെ അവിടുന്ന് ശരിക്കും മനസ്സിലാക്കിയാലും. ഇതൊരു തരത്തിലുള്ള കൺഫെഷനാണ്. തൻ്റെ ചെയ്തികളെ പറ്റിയിട്ട് പുനർവിചാരണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറ്റസമ്മതം. അതാണ് ഇവിടെ മഹാരാജാവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. മഹാരാജാവ് അതിശക്തനാണ്. അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ മുക്കും മൂലയും ഒക്കെ അറിയണം. അവിടെ എല്ലാം അദ്ദേഹത്തിന് ചാരന്മാരും ഉണ്ടാകും. നാടുപോലെ തന്നെ തൻ്റെ കാടിനെയും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കണം. അപ്പോൾ ഈ ബാലൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം ആ ബാലനെ അന്വേഷിച്ച് ഭടന്മാരെ വിട്ടാൽ മതി. പക്ഷെ അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് കഴിവുണ്ട്. താൻ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണോ ദുഃഖിക്കുന്നത് ആ കാര്യം നിവർത്തിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിവില്ലാത്തത് കൊണ്ടല്ല, ആ കഴിവ് വേണ്ടുന്ന വിധത്തിൽ വിനിയോഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് കാരണവും അറിയാം. സ്ത്രീജിതനായ എൻ്റെ ദുഷ്ടത കാരണം, എൻ്റെ സ്ത്രീജിതത്വം കാരണമാണ്, വിഷയാസക്തി കാരണമാണ്. അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് കയറിയിരിക്കുവാൻ സ്നേഹത്തോടു കൂടി വന്ന പുത്രനെ, എങ്ങനെയുള്ള പുത്രനെ? അദ്ദേഹം സദ്ഗുണസമ്പന്നനും അതീവ ബുദ്ധിമാനുമായ പുത്രനെ അദ്ദേഹത്തിന് ഇറക്കി വിടേണ്ടി വന്നു. കയറിയിരിക്കാൻ അനുവദിച്ചില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്ത്രീജിതത്വം എന്നുള്ളത് വിഷയാസക്തി, ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യ വിഷയങ്ങളുമായിട്ടുള്ള ആസക്തി എന്നെടുക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യ വിഷയങ്ങളുമായിട്ട് ആസക്തി ഉണ്ടാകുമ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പലപ്പോഴും ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഈ നിമിഷത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് ഭയചകിതരായിത്തീരും. ഉത്താനപാതരെ പോലെ തന്നെയാണ് ഞാനും നിങ്ങളും. ഇത് നമ്മുടെ അവസ്ഥയാണ്. നമുക്ക് കഴിവുണ്ട്. ഉത്താനപാത മഹാരാജാവിന് കഴിവുള്ളതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ കഴിവ് തനിക്കുണ്ട് എന്നും അത് വിനിയോഗിക്കുവാനും ഉണ്ട് എന്ന് തിരിച്ചറിയുവാനും അത് വിനിയോഗിക്കുവാനും ഉത്താനപാതന് കഴിയുന്നില്ല, നമുക്കും കഴിയുന്നില്ല. എന്താ കാരണം? ചിന്തകളാണ് കാരണം. വിഷയങ്ങളോട്, ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ വിഷയങ്ങളോട് ആസക്തി ഉണ്ടാകുന്നത് ചിന്തകൾ കാരണമാണ്. കണ്ണ് ഒരു വസ്തുവിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് അതിനോട് ആസക്തിയോ വിരക്തിയോ ഉണ്ടാവുകയില്ല. അതിനോട് ആസക്തിയോ രാഗമോ ദ്വേഷമോ ഉണ്ടാവുകയില്ല. കണ്ണ് ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനോട് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത് ചിന്തകൾ കാരണമാണ്. അപ്പോൾ ചിന്തകൾ ഉണർത്തുന്ന പരിമിതി കാരണമാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാതെ വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട
ഒരു ഭാഗമാണ്. രാജാവിന് വാസ്തവത്തിൽ കഴിവുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള സോഴ്സും ഉണ്ട്. കഴിവ് മാത്രമല്ല, ആ കഴിവ് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള വകുപ്പുകളുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് തൻ്റെ കഴിവ് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് കൊണ്ടായിരിക്കാം. അത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ചിന്തകൾ കാരണം. സ്ത്രീജിതത്വം, അതൊരു പ്രത്യേക സ്ത്രീയോടുള്ള വിധേയത്വം എന്ന് മാത്രമായിട്ട് എടുക്കണ്ട. ഇന്ദ്രിയങ്ങൾ ഏതു വിഷയങ്ങൾക്ക് വിധേയമായാലും ഇത് തന്നെയായിരിക്കും അനുഭവം. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളോടുണ്ടാകുന്ന ആസക്തി, രാഗദ്വേഷങ്ങൾ എന്തിനെ ഉണ്ടാക്കും? ഭയത്തെ ഉണ്ടാക്കും. ഭയമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു മൂലയ്ക്കോട്ട് ഒതുങ്ങി അങ്ങ് കൂടും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളായിരിക്കും എപ്പോഴും നടത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അങ്ങനെ വരുമ്പോഴാണ് അറിവിൻ്റെ അധിപതിയായിട്ടുള്ള നാരദർ അവിടെ എത്തുന്നത്. ഇപ്പം നാരദരോടൊത്ത് തുറന്നു പറയുകയാണ്. നാരദർ ചോദിക്കുന്നുമില്ല, മഹാരാജാവെ അങ്ങേക്ക് വേണ്ടുന്നത്ര കഴിവുണ്ടല്ലോ, ആ കഴിവ് അങ്ങോട്ട് വിനിയോഗിച്ചാൽ പോരെ, അങ്ങനെ ചോദിക്കുന്നുമില്ല. കാരണം കഥയാണത്. ആ കഥ മുന്നോട്ട് പോകാൻ ആ ചോദ്യം ഒരു പക്ഷേ ആവശ്യമില്ല ഈ സമയത്ത് എന്ന് വ്യാസഭഗവാന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. നമുക്കും ഈ മഹാരാജാവിനെ പോലെ അദ്ദേഹത്തെ ഭയചകിതനാക്കുന്ന വിഷയത്തിനു പരിഹാരം ചെയ്യുവാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ചിന്തകൾ കാരണമാണത്. ഈ ചിന്തകൾ എപ്പോഴാ? വിഷയത്തെ ഒരു ഇന്ദ്രിയം ഒരു വിഷയത്തെ കാണുമ്പോൾ ആ കാഴ്ച, കേൾവി, മണം തുടങ്ങിയത് ഒരു ചിന്തകളെ ഉണർത്തും. ഈ ചിന്തകളുമല്ല വാസ്തവത്തിൽ പ്രശ്നം. ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന അറിവുകൾ ഉണർത്തുന്ന ചിന്തകളുമല്ല വാസ്തവത്തിൽ പ്രശ്നം. പിന്നെയോ ആ ചിന്തകളുടെ പുറകെ നമ്മൾ പോകുന്നതാണ് പ്രശ്നം. ആ ചിന്തകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചിറകിലേറി പോകുന്നതാണ് പ്രശ്നം. ഈ ചിന്തകളുടെ പുറകിൽ എപ്പോഴാണ് നമ്മൾ രാഗദ്വേഷാദികളോടുകൂടി പോവുക? അജ്ഞാന ബാധിതരാകുമ്പോൾ. അജ്ഞാനമാണ് അതിന് കാരണം. രാഗദ്വേഷങ്ങൾക്ക് വാസ്തവത്തിൽ കാരണം ചിന്തകളുമല്ല. രാഗദ്വേഷങ്ങൾക്ക് വാസ്തവത്തിൽ കാരണം അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അൺഅവയർനെസ്. ചിന്തകളെക്കുറിച്ച് നമ്മൾ അവെയറല്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന വിഷയങ്ങൾ ഉണർത്തുന്ന ചിന്തകളെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലായ്മയാണ്, ബോധമില്ലായ്മയാണ് രാഗദ്വേഷങ്ങൾക്ക് കാരണം. ഈ രാഗദ്വേഷങ്ങളാണ് ഭയത്തെ ഉണർത്തുന്നത്. ഭയം നമുക്കെന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിക്കളയും. അപ്പം ഇതിനെന്താ ശരിക്കുമുള്ള പരിഹാരം? ഇതിന് ശരിക്കുമുള്ള പരിഹാരം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയുക, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ അറിയുക, ആ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്ന ചിന്തകളെ അറിയുക. ആ ചിന്തകളുടെ പുറകെ നാം പോകുന്നുണ്ടെങ്കിൽ, രാഗദ്വേഷാദികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിനെയും അറിയുക. അറിവാണ്, അവയർനെസ്സാണ് മുക്തിക്ക് കാരണം. അതുകൊണ്ടാണ് ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം എന്ന് പറയുന്നത്. കഥ മുന്നോട്ട് പോവുകയാണ്. നാരദൻ മറുപടി പറയുകയാണ് മഹാരാജാവിനോട്. ശ്രീ നാരദമുനി പറഞ്ഞു, മഹാരാജാവേ, ജഗതീശ്വരനാൽ പരിരക്ഷിക്കപ്പെടുന്ന അങ്ങയുടെ പുത്രനെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. അദ്ദേഹം പറഞ്ഞു, രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലാതെ ആ കൊടുങ്കാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന നേരത്ത് രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയും അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ശരിക്കും ഈ ലോകത്തുള്ള എല്ലാം സദാ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മരിക്കുന്നതോ എന്ന് ചോദിക്കും. മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ മരണമില്ല. ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കാണ്, ജീവൻ്റെ ഒരു ഒഴുക്കാണ്. അതിനെയാണ് ജീവിതം എന്ന് പറയണത്. അത്
പല ഭാവങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ മരണം എന്നൊന്നില്ല. മരണം എന്താണ് എന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ഹൃദയം നിലയ്ക്കുന്നതാണോ മരണം? അതോ ബ്രെയിൻ നിലയ്ക്കുന്നതാണോ മരണം? മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മുടെ പല അവയവങ്ങളും ജീവിച്ചാണ് ഇരിക്കുന്നത്, ജീവനോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മരണം എന്താണെന്ന് കൃത്യമായിട്ട് പ്രവചിക്കുവാൻ സാധിക്കുന്നില്ല. മരണം കൃത്യമായിട്ട് എന്താണെന്ന് നിർവചിക്കുവാൻ സാധിക്കുന്നില്ല. വാസ്തവത്തിൽ മരണം എന്നൊന്നില്ല. ജീവന്റെ വിവിധ ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഭാവത്തിൽ ജീവൻ ആടിത്തിമിർത്തതിന് ശേഷം അത് മറ്റൊരു ഭാവത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, നാശമില്ല. അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാം എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തിൽ നിന്നാണോ ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്, അതിനാൽ ഇത് സർവ്വതും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും ആവശ്യമില്ല. അമൃതത്വത്തിൽ നിന്നുരുത്തിരിഞ്ഞു വന്നത് അമൃതമല്ലാതെ വേറൊന്നും ആകാൻ സാധ്യമല്ല. അമരത്വത്തിന് പ്രത്യേകിച്ചൊരു സംരക്ഷണം വേറെ ആവശ്യവും ഇല്ല. അപ്പോൾ ബോധത്തിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന എല്ലാം ബോധസ്വരൂപം തന്നെയാണ്. അതിന് വേറെ സംരക്ഷണം ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെല്ലാം എപ്പോഴും സദാ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഇതുപോലെ ചിന്തിക്കുവാൻ, രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ആ ചിന്തയെ ഇല്ലാതെയാക്കുകയാണ് നാരദൻ. രക്ഷിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്ത ഭയത്തെ ഉണ്ടാക്കും. അതാണ് ഒറ്റപ്പെടൽ. താൻ ഒറ്റപ്പെട്ടു എന്ന് കരുതുമ്പോൾ ഭയമുണ്ടാകും. അതല്ല, താൻ സദാ സുരക്ഷിത വലയത്തിനകത്താണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭയമുണ്ടാവുകയില്ല. അപ്പോൾ രക്ഷിക്കാൻ ആരുമില്ല എന്ന അവസ്ഥ, അരക്ഷിതാവസ്ഥ, ഭയത്തെ ഉണ്ടാക്കും. അത് ആവശ്യമില്ലാത്തതാണ്. കാരണം ഈ ലോകത്ത് എല്ലാം ഈശ്വരനാൽ, ബോധത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ തന്നെയാണ് എല്ലാം എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ ഒന്നിൻ്റെയും സംരക്ഷണം ആവശ്യവുമില്ല. അത് ആത്യന്തികമായിട്ടുള്ള തലത്തിലാണ്. മഹാരാജാവേ, ജഗദീശ്വരനാൽ പരിരക്ഷിക്കപ്പെടുന്ന അങ്ങയുടെ പുത്രനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. ഈശ്വരനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്ത അസ്ഥാനത്താണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഈശ്വരനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായ്പ്പോഴും. അവൻ്റെ അത്യത്ഭുതകരമായ പ്രഭാവത്തെക്കുറിച്ച് അറിയാതെയാണ് അങ്ങ് വിഷമിക്കുന്നത്. അവൻ്റെ യശസ്സ് ഈ ലോകം മുഴുവനും വ്യാപിക്കും. ഇവിടെ ഈ ബാലൻ്റെ അത്ഭുത പ്രഭാവത്തെക്കുറിച്ച്, അനിതര സാധാരണമായ കഴിവുകളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് രാജാവ് മടിയിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ നമ്മൾ എന്തിനെയെങ്കിലും തിരസ്കരിക്കുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ, ഇത് രണ്ടിനും മുമ്പ് തിരസ്കരിക്കുന്നതിനെക്കുറിച്ചും സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഒന്ന് കുറച്ചറിയുവാൻ ശ്രമിക്കുക. ഇമ്പൾസീവായിട്ട് ചിന്തകൾക്കു വിധേയരായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇറക്കി വിടുന്നതും സ്വീകരിക്കുന്നതും ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നാരദര് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് ഇറക്കി വിട്ടില്ലേ അങ്ങയുടെ മകനെ. ആ മകനെക്കുറിച്ച് അങ്ങേക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. സത്യത്തിൽ മകനെക്കുറിച്ച് അറിയേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ ഇത് വളരുന്നത്.
ആ മകനെ അറിയേണ്ടതല്ലേ? അറിയാൻ സാധിക്കില്ല. അറിയേണ്ടതിനെ അറിയാൻ സാധിക്കുകയില്ല ചിന്തകളുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ചിന്തകളുടെ പിടിയിൽ നിന്ന് മോചിതരാകണം. അതാണ് വാസ്തവത്തിൽ മുക്തിയുടെ ആരംഭം. ചിന്തകളുടെ പിടിയിൽ നിന്ന് മോചിതരാകണം. അങ്ങയുടെ പുത്രനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. അപ്പം നമ്മൾ ആരെക്കുറിച്ചോർത്താണോ ദുഃഖിക്കുന്നത് ആ ആളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഗീതയിലും അർജുനൻ തുടങ്ങുന്ന അശോച്യാനന്വശോചസ്ത്വം എന്ന ഗീതയിലെ 2-ാം അധ്യായത്തിലെ ഭഗവാന്റെ വാക്കുകൾ തുടങ്ങുന്നത് തന്നെയാണ്. ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ആലോചിച്ചാണ് അല്ലയോ അർജുന നീ ദുഃഖിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് വാസ്തവത്തിൽ ആരെയും കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടതായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഈ ലോകത്തിൽ നമ്മളടക്കമുള്ള എല്ലാവരും സദാ സംരക്ഷിതരാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും ആലോചിച്ച് ദുഃഖിക്കേണ്ടതായിട്ടില്ല. ഈ ദുഃഖമുണ്ടാകുന്നത് എന്തിനെക്കുറിച്ച് ആലോചിച്ചാണോ നാം ദുഃഖിക്കുന്നത് അതിനെക്കുറിച്ച് വേണ്ടതുപോലെ അറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. വേണ്ടതുപോലെ അറിയാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ചിന്തകൾ കൊണ്ടാണ്. ചിന്തകളുടെ പുറകെ രാഗദ്വേഷാദികളോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. രാഗദ്വേഷാദികളോടുകൂടി ചിന്തകളുടെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. അറിവ്, അവയർനെസ്. അപ്പം അവെയറായാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പതുക്കെ വിടുതൽ നേടാൻ സാധിക്കും. അവൻ്റെ അത്ഭുതകരമായ പ്രഭാവത്തെക്കുറിച്ച് അറിയാതെയാണ് അങ്ങ് വിഷമിക്കുന്നത്. അവൻ്റെ യശസ്സ് ഈ ലോകം മുഴുവനും വ്യാപിക്കും. ദേവേന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാർക്കു പോലും അസാധ്യമാം വിധം ദുഷ്കരമായ ഈശ്വരാരാധനയാകുന്ന കർമ്മമനുഷ്ഠിച്ച് മിടുമിടുക്കനായ അങ്ങയുടെ പുത്രൻ താമസിയാതെ തിരിച്ചെത്തും. അവൻ മൂലം അങ്ങയുടെ കീർത്തിയും വർദ്ധിക്കും. ദേവേന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാർക്കു പോലും അസാധ്യമാകും വിധം. അതെന്താ ദേവേന്ദ്രാദികൾക്ക് അസാധ്യമാകുന്നത്? ദേവേന്ദ്രാദികളും രാഗദ്വേഷാദികൾക്ക് വിധേയരാണ്. രാഗദ്വേഷാദികൾക്ക് വിധേയരാകുന്ന, അവയർനെസ് കൂടാതെ ചിന്തിക്കുന്ന ആർക്കും ഇത് സാധ്യമല്ല. ആരായാലും ശരി. നിങ്ങൾ ഏത് പൊസിഷനിലാണുള്ളത് എന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷനിലായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ഈ ചിന്തകളുടെ നീർച്ചുഴിയിൽപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര ആരാധന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദേവേന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാർക്കു പോലും അസാധ്യമാം വിധം ദുഷ്കരമായ ഈശ്വര ആരാധനയാകുന്ന കർമ്മമനുഷ്ഠിച്ച് മിടുമിടുക്കനായ അങ്ങയുടെ പുത്രൻ താമസിയാതെ തിരിച്ചെത്തും. അവൻ മൂലം അങ്ങയുടെ കീർത്തിയും വർദ്ധിക്കും. ഇറക്കി വിടപ്പെട്ടവൻ തിരിച്ചെത്തുമ്പോൾ അങ്ങയുടെ കീർത്തിയും വർദ്ധിക്കും. അതുകൊണ്ട് അങ്ങ് അവനെക്കുറിച്ച് വെറുതെ ആലോചിച്ച് ദുഃഖിക്കേണ്ടതായിട്ട് ഇല്ല.